ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നർത്തകൻ RLV രാമകൃഷ്ണന് നേരെ ജാതി അധിക്ഷേപം നടത്തിയ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് വിവാദ പരാമർശമുണ്ടായത്. അധിക്ഷേപ പരാമർശങ്ങളെ ന്യായീകരിച്ച സത്യഭാമ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതയായി സംസാരിക്കുകയും ചെയ്തു. പറഞ്ഞതിൽ ഒരു കുറ്റബോധവുമില്ലെന്നും മാപ്പ് പറയില്ലെന്നും സത്യഭാമ വിശദീകരിച്ചു. നിയമ നടപടി സ്വീകരിക്കേണ്ടവർക്ക് അതാകാമെന്നും അവർ അറിയിച്ചു. ലാസ്റ്റ് നിങ്ങൾക്കിപ്പോൾ അയാൾ കേസിന് പോവും, ഏതൊരു വ്യക്തിയായാലും കേസിന് പോകുന്നല്ലേ, പോട്ടെ, ഒരു വിരോധമില്ല. ഞാൻ അതിനൊക്കെ അങ്ങ് ഫേസ് ചെയ്തു. അത് തെളിവുകളല്ല, അതിന് കോടതിയായാലും പോലീസ് സ്റ്റേഷനിൽ എവിടെയും ഒരിക്കലും നമ്മൾ ഒരു പേര് പറഞ്ഞിട്ടില്ല. എനിക്കെതിരെ പോകുമ്പോൾ ഞാൻ അതിൻ്റെ പുറകിൽ പോകും. ഞാൻ അതിനകത്ത് സ്റ്റാൻഡായിട്ട് നിൽക്കുന്നു എന്താന്നുള്ളത് നിങ്ങളെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ കറുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിനും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കണം എന്തിനാ? നിറത്തിന്റെ പേരിലായിരുന്നു യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിനിടയിൽ കലാമണ്ഡലം സത്യഭാമയുടെ രൂക്ഷ അധിക്ഷേപമുണ്ടായത്. നിയമ നടപടി സ്വീകരിക്കാനാണ് RLV രാമകൃഷ്ണന്റെ തീരുമാനം. മോഹിനി ആയിരിക്കണം മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരം നിറം, എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. അപ്പൊ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാരോടുള്ള ഇവരുടെ ഒരു എന്താ പറയാ മ്ലേച്ഛമായ രീതിയിലുള്ള ഇവരുടെ ഇഷ്ടക്കുറവ് ഇത് എനിക്ക് കലാമണ്ഡലത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ ഇവർ വീണ്ടും പബ്ലിക്കിന്റെ മുമ്പിൽ ഇത് പറയുകയാണ്. അപ്പോൾ എന്തായാലും ഇത് ഒരു നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ തന്നെ ഇവർ നിന്ന് പറയുമ്പോൾ ഈ യുഗത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നതെന്നുള്ള ബോധ്യം അവർക്ക് ഇല്ലാതെയായിപ്പോയി. അത് എന്താ പറയുക, ഇനി വളർന്നു വരുന്ന കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാർ, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം കറുത്തവര് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അവർക്കൊന്നും നൃത്തം ചെയ്യാൻ പാടില്ല, സുന്ദരികളായിട്ടുള്ള ആൾക്കാർ മാത്രമേ നൃത്തം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഇവരുടെ ഈ നിലപാട് അതിൽ കടുത്ത എന്താ പറയുക പ്രതിഷേധം തന്നെ രേഖപ്പെടുത്തുകയാണ്. അതിന് നിയമപരമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകും. വ്യക്തിപരമായിട്ടല്ലെങ്കിൽ പോലും വ്യക്തിപരമായി ഞാൻ പോകുന്നുണ്ട്, അതോടൊപ്പം തന്നെ സമൂഹത്തിന് വേണ്ടി ഞാൻ ഇറങ്ങും. അതേസമയം സത്യഭാമയുടെ അധിക്ഷേപ പരാമർശത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും. സൂരജ്, ഈ വലിയ വിവാദമുണ്ടാക്കുന്ന പരാമർശങ്ങൾ നടത്തുക, അത് അങ്ങേയറ്റം അധിക്ഷേപമെന്ന് സമൂഹം ഒന്നടങ്കം വിളിച്ചു പറയുക, ആ ഘട്ടത്തിലും അവരത് തിരുത്തുന്നില്ല എന്ന് തന്നെയല്ല, അതിൽ ഉറച്ചു നിൽക്കുകയാണ്. കേസ് കൊടുത്താൽ ഞാൻ നോക്കിക്കൊള്ളാം, മാധ്യമങ്ങളോട് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാം എന്ന് പറയുന്നു. ആ മട്ടിൽ അങ്ങേയറ്റം ധിക്കാരത്തോടെ ധാർഷ്ട്യത്തോടെ ആ പറഞ്ഞ അങ്ങേയറ്റം മോശമായ പരാമർശം ആവർത്തിക്കുക, അതാണ് നമ്മൾ അല്പ നിമിഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് കണ്ട കാഴ്ച. അപ്പോൾ ഇതിൽ കേവലം RLV രാമകൃഷ്ണൻ നിയമ നടപടി സ്വീകരിക്കുന്നതിനപ്പുറത്തേക്ക് വലിയ തോതിലുള്ള തിരുത്തൽ ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ സത്യഭാമയുടെ ആവർത്തിച്ചുള്ള ഈ അധിക്ഷേപവും അതിലൊരു കുറ്റബോധവും ഇല്ല എന്ന അവരുടെ പരാമർശവും അതൊക്കെ വ്യക്തമാക്കുന്നതല്ലേ? വിജയകുമാർ, ഈ തിരുത്തലുകൾ അനിവാര്യമാണ്. അത് കേവലം സത്യഭാമയിൽ മാത്രമല്ല, ഈ മേഖലയിൽ ആകെ തിരുത്തൽ വേണം എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ RLV രാമകൃഷ്ണനും അതോടൊപ്പം തന്നെ മറ്റു കലാകാരന്മാരും എല്ലാം പറയുന്നത്. കാരണം ഈ സത്യഭാമയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകുന്നത് ആദ്യ അനുഭവമല്ല. ഇതിനു മുമ്പും തനിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും എല്ലാമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആ സമയത്തെല്ലാം തന്നെ അതിൽ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഈ പരാമർശം ഉണ്ടായിരിക്കുന്നത് തൻ്റെ പേര് പറഞ്ഞുകൊണ്ടല്ല. അത് കൃത്യമായി RLV രാമകൃഷ്ണൻ പറയുന്നുണ്ട്. പേര് ഇവർ പറയുന്നില്ല. പക്ഷേ ചാലക്കുടിയിലെ മോഹിനിയാട്ട നൃത്ത അധ്യാപകൻ, അതോടൊപ്പം തന്നെ നേരത്തെ ഈ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ വിവാദങ്ങൾ, അതോടൊപ്പം തന്നെ KPC ലളിതയുമായി ഉണ്ടായ വാഗ്വാദം, ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് കൃത്യമായി തന്നെയാണ് അവതരിപ്പിക്കുന്നതെന്ന് കൃത്യമായി രാമകൃഷ്ണൻ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. അതായത് അവർ പറയുന്നത് ഈ കാക്കയുടെ നിറമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ രൂക്ഷമായ രീതിയിലുള്ള അധിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. നമുക്ക് തന്നെ അത് ഈ പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നതിൽ വലിയ ജാള്യത തോന്നുന്നുണ്ട്. അത്തരത്തിൽ ഒരു അധിക്ഷേപ പരാമർശം നടത്തുന്നു. അതിന് വിവിധ കോണുകളിൽ നിന്ന് വലിയ രീതിയിൽ വിമർശനം ഉയരുന്നു. അതേ തുടർന്നാണ് ഈ മാധ്യമപ്രവർത്തകർ, നമ്മളാണ് ആദ്യം എത്തുന്നത്, അതിനുശേഷം ആ പ്രതികരണം തേടുന്നു. ആ സമയത്തെല്ലാം അവർ
അവർ പറയുന്നത്, ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവർ നടത്തിയത് വലിയ രീതിയിലുള്ള ജാതീയമായ വിവേചനമാണ്, വർണ്ണവെറിയാണ്. അതിനെതിരെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, ഞാൻ ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന തരത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ പോലും കയർത്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം അത് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. മന്ത്രിമാരായ വീണ ജോർജും ബിന്ദുവും അടക്കമുള്ളവർ വലിയ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയുണ്ടായി. അതായത് ഈ മാടമ്പിത്തരത്തിന്റെ അങ്ങേയറ്റം, അതായത് ഇന്നും മനസ്സിൽ ഉറഞ്ഞുകിടക്കുന്ന ജാതിവെറിയാണ് ഈ പുറത്തു വരുന്നത്. ഒരാളെ മാത്രമല്ല, അതായത് ഇന്ന് RLV രാമകൃഷ്ണനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹവും പറയുന്നത് ഇത് തന്നെയാണ്. കാരണം കേവലം തന്നെ ഉദ്ദേശിച്ചു മാത്രമല്ല, സാധാരണക്കാരായ കലാകാരന്മാർ നിരവധിയുണ്ട്. അതായത് ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കലാകാരന്മാർ അടക്കമുണ്ട്. അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ജാതീയമായ വേർതിരിവുകൾ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അതൊന്നും ചർച്ചയാവാത്തത് അവരെല്ലാവരും സാധാരണക്കാരാണ്. ചേട്ടൻ കലാഭവൻ മണി സിനിമയിലടക്കം ഇതിനു മുമ്പും ജാതീയമായ വിവേചനം നേരിട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ ചേട്ടന്റെ പേരിലാണ് ഈ അനിയൻ അറിയപ്പെട്ടത്. എന്നിട്ട് പോലും തനിക്ക് പോലും ഇത്തരത്തിൽ ഈ ജാതീയമായ ദുരനുഭവം നേരിടേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഈ ദുരിതം അനുഭവിക്കുന്ന പല കലാകാരന്മാരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം, ആ പോരാട്ടവുമായി മുന്നോട്ട് പോകും. അത് നിയമവഴിയിൽ പോലും ഇവർക്കെതിരെ നേരിടും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് RLV രാമകൃഷ്ണൻ പറയുന്നത്. അപ്പോഴും ഇവരുടെ ഭാഗത്ത് നിന്ന് പറയുന്നത്, സത്യഭാമ പറയുന്നത്, എന്ത് നിയമ നടപടി വന്നാലും താൻ നേരിട്ടുകൊള്ളാം എന്നൊരു വെല്ലുവിളി. ആ വെല്ലുവിളി അത് പൊതുസമൂഹത്തിനോടുള്ള, ശരിയാണ്, തീർച്ചയായും അത് തന്നെയാണ് സൂരജ്, അത് പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. അവരത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. AV ജയശങ്കർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ആദ്യം ജയശങ്കർ സത്യഭാമയെ കണ്ടു, അവർ സംസാരിച്ചു. അതിനുശേഷം മറ്റ് മാധ്യമപ്രവർത്തകർ അവരെ കാണാൻ പോയി. ആ ഘട്ടത്തിൽ അങ്ങേയറ്റം ക്ഷുഭിതയായി എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്നൊക്കെ പറയാൻ അവരങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പരാമർശങ്ങൾ പിൻവലിക്കുന്നില്ല, അതിലവർക്ക് കുറ്റബോധമില്ല, അത് അവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. സ്വാഭാവികമായും അത്തരം ചോദ്യങ്ങൾ അവരോട് കൂടുതൽ മാധ്യമങ്ങൾക്ക് ചോദിക്കാനുണ്ട്. സമൂഹത്തിന് വേണ്ടിയാണ് ആ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ അങ്ങേയറ്റം പരുഷമായി സംസാരിക്കുകയാണ് അവർ. യഥാർത്ഥത്തിൽ അവർക്ക് അതിൽ കുറ്റബോധമില്ല എന്ന് തന്നെയല്ല, അത് ഇനിയും പറയും, എവിടെയും പറയും എന്ന ഒരുതരം ധാർഷ്ട്യവും ധിക്കാരവുമായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാകെ കാണാൻ കഴിഞ്ഞത്, അല്ലേ? അതായത് വിജയകുമാർ, നമ്മൾ അവരോട് സംസാരിച്ച എല്ലാ ഘട്ടത്തിലും തന്നെ അവർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ആവർത്തിക്കുകയായിരുന്നു. താൻ ആരുടെയും പേര് എടുത്ത് പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതിയായാലും ഏത് നിയമ നടപടിയായാലും താൻ നേരിടാൻ തയ്യാറാണ്. തനിക്ക് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കുറ്റബോധമില്ല, പറഞ്ഞ നിലപാട് പിൻവലിക്കാൻ തയ്യാറല്ല, താൻ ആരുടെയും മൂട് താങ്ങി അവാർഡ് നേടിയ വ്യക്തിയല്ല എന്നുള്ള ഒരു പരാമർശം വരെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അത്തരത്തിൽ മറ്റു മാധ്യമങ്ങളോടുൾപ്പെടെ വളരെ രൂക്ഷമായ രീതിയിലാണ് അവർ പ്രതികരിച്ചത്. ഈ മാധ്യമപ്രവർത്തകരെ വീടിനുള്ളിൽ പ്രവേശിച്ചത്, കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിച്ചത് തന്നെ തെറ്റായി പോയി എന്ന തരത്തിൽ ഉൾപ്പെടെ അവർ പ്രതികരിക്കുകയുണ്ട്. അത്തരത്തിൽ ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ലാതെ പറഞ്ഞ നിലപാടുകൾ ശരിയാണെന്ന് അതിനെ ഓരോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഉദ്ധരിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. അതായത് ഈ മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട മാർക്കിടുന്ന കോളങ്ങളിൽ സൗന്ദര്യത്തിന് പ്രാധാന്യമുണ്ട്. അവിടെ സൗന്ദര്യത്തിനെ മാർക്കിടാനുള്ള ഒരു കോളമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ, മോഹിനിയാട്ട മത്സരത്തിൽ സൗന്ദര്യത്തിന് പ്രാധാന്യമില്ല എന്നൊരു ചോദ്യമാണ് ഇവർ ആവർത്തിച്ച് ചോദിക്കുന്നത്. അത്തരത്തിൽ തികച്ചും കലുഷ്യമായി എല്ലാ ചോദ്യങ്ങളോടും വളരെ അസഹിഷ്ണുതയോടുകൂടിയാണ് ഇവർ പെരുമാറിയത്. ഒപ്പം തന്നെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ആവർത്തിക്കുന്നു. സമൂഹത്തിൽ നിന്ന് ഉൾപ്പെടെ വലിയ തോതിൽ വിമർശനം വരുന്ന ഒരു ഘട്ടത്തിൽ പോലും നിലപാടിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് നിൽക്കാൻ സത്യഭാമ തയ്യാറാകുന്നില്ല. തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വലിയ തോതിൽ പ്രകോപിതരായിക്കൊണ്ടാണ് അവരുടെ ഓരോ മറുപടികളും. നമുക്ക് ഇത്തരത്തിൽ നേരിട്ട് പറയാൻ പറ്റാത്ത തലത്തിലുള്ള പല മറുപടികളും ഒരു മുതിർന്ന കലാകാരിയായ അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ വീടിന് മുമ്പിൽ പ്രതികരണം ചോദിച്ച ഘട്ടത്തിൽ കേൾക്കുകയുണ്ടായി. അത്തരത്തിൽ നിലപാടിൽ പൂർണ്ണമായി ഉറച്ചു നിൽക്കുന്നു, നിയമ നടപടികൾ ഭയമില്ല എന്ന് ആവർത്തിക്കുകയാണ് സത്യഭാമ. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം സത്യഭാമയുടെ അധിക്ഷേപ പരാമർശത്തിനെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ചില പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാകുന്നു. RLV രാമകൃഷ്ണനെതിരെ അവർ പറഞ്ഞിട്ടുള്ള പരാമർശം അത്യന്തം പ്രതിഷേധാർഹമാണ്, വളരെ അപലപനീയമാണ്. നമ്മൾ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം പിന്നിടുന്ന സന്ദർഭമാണിത്. ഈ കാലത്ത് ഒരാൾ അങ്ങനെ സംസാരിക്കണമെങ്കിൽ അവരുടെ ഉള്ളിൽ പഴകി ജീർണിച്ച ഫ്യൂഡൽ മൂല്യബോധത്തിൻ്റെ അവശിഷ്ടങ്ങൾ എത്രമാത്രം കട്ടപിടിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണിത്. വെറും ജാതീയമായ വെറുപ്പിൻ്റെയും വർണ്ണവെറിയുടെയും ഒക്കെ ആവിഷ്കാരമാണ് അവരുടെ വാക്കുകളിലൂടെ വന്നിട്ടുള്ളത്. കലാമണ്ഡലം സത്യഭാമ രാമകൃഷ്ണനായിട്ട് പറഞ്ഞത് ആർക്കെതിരായിട്ടും പറയാൻ പാടില്ലാത്ത ഒരു കലാകാരനെതിരായിട്ട് പറഞ്ഞു എന്നുള്ളത് അതിൻ്റെ ഗൗരവം വളരെ വർദ്ധിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ ഒരാളുടെ നിറം കറുത്തായിരിക്കാം, അല്ലെങ്കിൽ വെളുപ്പായിരിക്കാം, അല്ലെങ്കിൽ മഞ്ഞായിരിക്കാം. ഒക്കെ ഭൂപ്രകൃതി, കാലാവസ്ഥ, അവനവൻ്റെ പാരമ്പര്യം അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കറുത്തവരൊക്കെ ചീത്തയാണ്, അവരൊക്കെ രണ്ടാംകടയാണ് എന്നുള്ളത്, വെളുത്തവരൊക്കെ മേലെയാണ്, അവരൊക്കെ ഒന്നാംകടയാണ് എന്നുള്ള അടിമ മനോഭാവത്തിൽ നിന്ന് വരുന്ന മോഹിനിയാട്ട മത്സരങ്ങൾക്ക് മാർക്കിടുമ്പോൾ ആ മാർക്ക് ഷീറ്റിൽ സൗന്ദര്യത്തിന് ഒരു കോളമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആ പരാമർശത്തെ വീണ്ടും വീണ്ടും സത്യഭാമ ന്യായീകരിച്ചത്. സൂരജ് സജിയും എ വി ജയശങ്കറുമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ച് കേന്ദ്രം പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെന്നാണ് കേരളം ചൂണ്ടിക്കാട്ടിയത്. 98% വിഹിതവും ആദ്യ സമയത്ത് കേന്ദ്രമാണ് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 2.98% ചുരുങ്ങിയെന്ന് കേരളം ചൂണ്ടിക്കാട്ടി. വിദ്യാഭ്യാസത്തിന് വേണ്ടി സംസ്ഥാനം ചെലവാക്കുന്ന തുക പരിഗണിക്കാത്തത് എന്തുകൊണ്ടെന്നും കേരളം കോടതിയിൽ ഉന്നയിച്ചു. ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും. ആർക്കെ, വാദം തുടരുകയാണോ? ഇക്കാര്യത്തിൽ കേന്ദ്രം ചില രേഖാമൂലമുള്ള മറുപടികൾ നൽകിയിരുന്നുവല്ലോ കഴിഞ്ഞ ദിവസം. അതിന് സംസ്ഥാനത്തിന്റെ മറുപടികൾ എന്തൊക്കെയാണ്? വിജയൻ, വാദം തുടരുകയാണ്. കോടതിയിൽ ഇപ്പോഴും നടപടികൾ പുരോഗമിക്കുകയാണ്. കേരളത്തിന്റെ വാദമാണ് കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് കോടതിയിൽ കപിൽ സിബൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് ഇങ്ങനെ ചുരുക്കാം. ഏറ്റവും പ്രധാനമായും കേരളം പറയാൻ ശ്രമിച്ചത് അർഹമായ വിഹിതം എന്നതിന് കൃത്യമായ വ്യാഖ്യാനം വേണം. അർഹമായ വിഹിതം എന്നതിന്റെ അടിസ്ഥാനത്തിൽ 98% കേരളത്തിന് കടമെടുക്കാനായിട്ടുള്ള GSTPയുടെ 98% കടമെടുക്കാനായിട്ട് അനുവദിക്കപ്പെട്ടിരുന്ന ഘട്ടമുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ 2.98% മാറിയിരിക്കുന്നു. ഈ അർഹമായ വിഹിതം എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിൽ ഉണ്ടായ വീഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് കേരളം ഏതെങ്കിലും വിധത്തിൽ അധികമായിട്ടുള്ള ഒരു ആനുകൂല്യമല്ല ചോദിക്കുന്നത്, മറിച്ച് കേരളത്തിൻ്റെതായിട്ടുള്ള വിഹിതം ഉപയോഗിക്കാനായിട്ടുള്ള അവകാശമാണ് ചോദിക്കുന്നത്. ഫെഡറൽ സംവിധാനത്തിൽ ഇത് കേരളത്തിന് അർഹതപ്പെട്ടതാണ്. കേരളത്തിന് കണക്കാക്കുന്ന ഇപ്പോൾ ഈ GSTPയുടെ 3% എന്ന് പറയുമ്പോഴും കേരളത്തിന് കടമെടുക്കാനായിട്ട് അനുപാതമായി കണക്കാക്കുന്നതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘടകങ്ങൾ, കേരളവുമായി ബന്ധപ്പെടാത്ത ഘടകങ്ങളാണ് പരിഗണിക്കുന്നത്. അതാണ് ഈ തുക ഇത്രമാത്രം കൂടുതലായി പെരുപ്പിച്ചു കെട്ടാൻ കാരണമാകുന്നത്. വിദ്യാഭ്യാസത്തിന് വേണ്ടി സംസ്ഥാനം ചെലവാക്കുന്ന തുകകൾ അടക്കമുള്ളവയെ സംബന്ധിച്ച യാതൊരു പരിഗണനയും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല. നിലവിലുള്ള സാഹചര്യത്തിൽ 10,000 കോടി രൂപയെങ്കിലും കടമെടുക്കാൻ സാധിച്ചാൽ മാത്രമേ സംസ്ഥാനത്തിന് നിലനിൽക്കാനായി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കേരളം ഏതാണ്ട് 3,500 കോടിക്ക് മുകളിൽ പ്രതിമാസം കടമെടുക്കുന്നു എന്ന വാദം ഉയർത്തി. ഇനി അത് 2,000 കുറയും എന്ന രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത് അത് നിലവിലുള്ള സംവിധാനത്തിന് യോജിക്കുന്നതല്ല. കാരണം ഈ വിധത്തിൽ 3% ധനക്കമ്മി മാത്രം കണക്കാക്കിക്കൊണ്ട് വിഹിതം നേടുന്ന ആ സംവിധാനം തന്നെ അത് മാറ്റേണ്ട ഒരു കാലം എത്തിയിരിക്കുന്നു. കേന്ദ്രം ഇങ്ങനെ പറയുമ്പോൾ 4.50 മുകളിലാണ് കേന്ദ്രത്തിന്റെ ധനക്കമ്മി എന്നതടക്കമുള്ള കാര്യങ്ങൾ മറന്നുകൊണ്ടാണ് കേരളത്തിന് മുകളിൽ ഈ വിധത്തിൽ പഴിചാരുന്നത് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ കപിൽ സിബൽ ഉന്നയിക്കുന്നത്. വാദം തുടരുകയാണ് വിജയൻ. സുപ്രീം കോടതിയിൽ നടപടി പുരോഗമിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടി കേരളം ചെലവാക്കുന്ന തുക പരിഗണിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ചില രേഖാമൂലം മറുപടി നൽകിയിരുന്നു. അതിനുള്ള വിശദീകരണം കൂടി കേരളം ഈ ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ ഉന്നയിക്കുന്നുണ്ട്. നിർണായക കോടതി നടപടികൾ തുടരുന്നു. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. രാജ്യത്ത് സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് സാധ്യമാകില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ച നടപടി പിൻവലിക്കണം. BJP ഇതുവരെ നികുതി നൽകിയിട്ടില്ല, പിന്നെ എന്തിന് കോൺഗ്രസിന് നികുതി നൽകണമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ചോദിച്ചു. കോൺഗ്രസിന്റെ അക്കൗണ്ട് അല്ല, രാജ്യത്തെ ജനാധിപത്യത്തെയാണ് മരവിപ്പിച്ചതെന്ന് രാഹുൽ ഗാന്ധിയും കുറ്റപ്പെടുത്തി. कोई पॉलिटिकल पार्टी इनकम टैक्स के दायरे में नहीं आते, सच है ना? सेटल हो जाए। राजनीतिक दल नहीं आते। बीजेपी ने कभी नहीं दिया अकाउंट। इसके बाद भी अगर हमसे ये मांगा जा रहा है तो हम न्यायालय के अंतिम निर्णय का इंतजार कर रहे हैं. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. നിതിൻ, പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തുന്നു. അസാധാരണമായ ഒരു സാഹചര്യം കോൺഗ്രസ് അവിടെ നേരിടുന്നുണ്ട് എന്ന് വ്യക്തമാണ്.
തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണമില്ല കോൺഗ്രസിന്റെ പക്കൽ, അത് കേന്ദ്ര സർക്കാർ ആദായനികുതി വകുപ്പിനെ ഉപയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയി എന്ന വിമർശനം ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ സംയുക്തമായി നടത്തുന്ന വാർത്താ സമ്മേളനത്തിലും പറയുന്നത്, അല്ലേ? വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. ഇതൊരു അസാധാരണ വാർത്താ സമ്മേളനം എന്ന് തന്നെ പറയാം. കാരണം നേരത്തെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയുമാണ് വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് അറിയിച്ചത്. പക്ഷേ ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം കൂടി കണക്കിലെടുത്താണ് സോണിയാഗാന്ധി ഉൾപ്പെടെ ഈ വാർത്താ സമ്മേളനത്തിൽ വന്നുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി എത്രത്തോളമാണെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ സമീപകാലത്ത് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ, സാമ്പത്തികമായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. മാത്രമല്ല, ഇതുവരെ ഇത്തരമൊരു സംഭവം ഇതിനു മുൻപും ഉണ്ടായിട്ടില്ല. ഇതൊരു ജനാധിപത്യത്തെ തകർക്കുന്നതിന് തുല്യമാണ്. ഇത് കേവലം കോൺഗ്രസിന്റെ ഒരു അക്കൗണ്ട് മരവിപ്പിച്ച നടപടിയും മാത്രമായി ഇതിനെ കാണേണ്ടതില്ല. ഇതൊരു പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണ്. പരസ്യങ്ങളെല്ലാം തന്നെ BJPയുടെ ഏകാധിപത്യം. ഇതൊരു സ്വന്തം സ്ഥാനാർത്ഥികളെ സഹായിക്കാൻ പറ്റാത്ത തരത്തിൽ ഇപ്പോൾ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് സോണിയാഗാന്ധി ഉൾപ്പെടെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷമാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തി ഈ വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നത് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. കാരണം അധികാരത്തിലിരിക്കുന്നവരെല്ലാം കോൺഗ്രസ് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, ഇതിനോടകം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ കോടതിയിൽ നിന്ന് കോൺഗ്രസിന് അനുകൂലമായ എന്തെങ്കിലും ഉത്തരവുകൾ ഉണ്ടായിട്ടില്ല. എന്താണ് കോൺഗ്രസ് ഇനി ചെയ്യാൻ പോകുന്നത് ഈ വിഷയത്തിൽ? കാരണം വലിയ പ്രതിസന്ധിയിലേക്ക്, അതായത് മുൻകാലങ്ങളിൽ നികുതി അടയ്ക്കാത്തതിൻ്റെ കണക്കുകളടക്കം ഈ ആദായ നികുതി വകുപ്പ് കോടതിക്ക് കൈമാറിയ റിപ്പോർട്ടിലുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കുറെ കൂടി കടുപ്പിക്കുകയാണ് കോൺഗ്രസിനെതിരായ നടപടി. എങ്ങനെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം? വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ സുപ്രീം കോടതിയിലും അതോടൊപ്പം തന്നെ ട്രിബ്യൂണലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പോയിരുന്നു. പക്ഷെ ഒരു അനുകൂല നിലപാട് അല്ലെങ്കിൽ അനുകൂല ഉത്തരവ് കോൺഗ്രസ് ലഭിച്ചിരുന്നില്ല. അതേസമയം തന്നെ ഇതിനെ ജനങ്ങളെ മുൻനിർത്തി ഇതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത് ജനങ്ങൾക്ക് മുമ്പാകെ തന്നെ ഈ വിഷയം തുറന്നു കാട്ടുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിയമ നടപടി ഏതൊക്കെ നിലയിൽ പോകാൻ സാധിക്കുമോ അത്തരത്തിൽ ആ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം വ്യക്തമാക്കുന്നത്. എന്തായാലും സീതാറാം കേസരി അധ്യക്ഷനായിരുന്ന കാലത്ത് കണക്ക് ചോദിച്ചു പോലും ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അങ്ങനെ ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെ ഏത് നിലയിൽ തകർക്കാൻ സാധിക്കുമോ ആ നിലയിൽ ഒരു തകർക്കാൻ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിലൊരു ക്രിമിനൽ നടപടിയായി തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഈ ക്രിമിനൽ നടപടിയിൽ, കോൺഗ്രസിനെതിരായ ക്രിമിനൽ നടപടിയിൽ പങ്കുണ്ടെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വാർത്താ സമ്മേളനം നടത്തി വ്യക്തമാക്കിയിരിക്കുന്നത്. BJP നേതൃത്വത്തിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ ഗുരുതര ആരോപണങ്ങളുമായാണ് കോൺഗ്രസിന്റെ അസാധാരണ വാർത്താ സമ്മേളനം. സോണിയാഗാന്ധിയും ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും രാഹുലിനുമൊക്കെ ഒപ്പം സോണിയാഗാന്ധി കൂടി അതിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ അസാധാരണ സാഹചര്യമാണ് എന്ന ആമുഖത്തോടെയാണ് കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയും ചെയ്തത്. സീറ്റ് വിഭജന ചർച്ചകളുടെ ഭാഗമായി മഹാവികാസ് അഘാടി നേതാക്കളുടെ നിർണായക യോഗം മുംബൈയിൽ ചേരുകയാണ്. ശരത് പവാറിന്റെ വീട്ടിലാണ് യോഗം പുരോഗമിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ഇന്നുകൊണ്ട് മഹാവികാസ് അഘാഡിയിലെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാകുമോ? ആരൊക്കെ എത്ര സീറ്റുകളിൽ മത്സരിക്കുമെന്നതിൽ ഒരു ധാരണയായി കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, ഏതാണ്ട് ധാരണ 2-3 ദിവസം മുമ്പ് തന്നെ ആയിരുന്നു. പിന്നെയും ചർച്ചകൾ നീണ്ടുപോകാനുള്ള കാരണം പുതിയൊരു കക്ഷിയെ കൂടി സഖ്യത്തിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നതുകൊണ്ടാണ്. വഞ്ചിത് ബഹുജൻ അഘാഡി എന്ന പ്രകാശ് അംബേദ്കറിൻ്റെ പാർട്ടിയെ കൂടി മുന്നണിയിൽ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഏതൊക്കെ സീറ്റ്, എത്ര സീറ്റ് നൽകണമെന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം സഖ്യത്തിനില്ല എന്ന് പ്രകാശ് അംബേദ്കർ തന്നെ പ്രഖ്യാപിക്കുകയും പുറമെ നിന്ന് കോൺഗ്രസിനെ 7 സീറ്റുകളിൽ പിന്തുണയ്ക്കാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ആ തരത്തിലുള്ള ചർച്ചകൾക്കൊന്നും തന്നെ സാധ്യതയില്ല. അതുകൊണ്ടാണ് വളരെ വേഗം ഈ ചർച്ചകൾ ഇന്ന് തന്നെ പൂർത്തിയാക്കാനുള്ള ശ്രമം മഹാവികാസ് അഘാഡി സഖ്യത്തിലെ പാർട്ടികളിൽ നിന്നുണ്ടാവുന്നത്. ഇപ്പോൾ സിൽവർ റോക്കിൽ ശരത് പവാറിൻ്റെ വസതിയിൽ സഖ്യ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നു. ശരത് പവാറുണ്ട്, ജയന്ത് പാട്ടീലുണ്ട്, കോൺഗ്രസിൽ നിന്ന് PCC പ്രസിഡന്റ് നാനാ പട്ടോളയും മുതിർന്ന നേതാവ് ബാലാസാഹിബ് ടോറാട്ടും ഉണ്ട്. ഒപ്പം തന്നെ ശിവസേനയിൽ നിന്ന് സഞ്ജയ് റാവത്തും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതാണ്ട് 10:30 തുടങ്ങിയ ചർച്ചയാണ്. ഇപ്പോഴും അത് നീണ്ടു നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഉച്ചഭക്ഷണത്തിന് ശേഷം നേതാക്കൾ പുറത്തു വന്നതിന് ശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കും. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക എപ്പോൾ വരും എന്നതുകൂടി ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. പട്ടിക വന്നാൽ ഉടനെ തന്നെ സഖ്യത്തിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. വിജയകുമാർ. ശ്രീനാഥ്, ഈ പ്രകാശ് അംബേദ്കറുടെ പാർട്ടി മുന്നണിയിലേക്ക്, മഹാവികാസ് അഘാഡിയിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? അദ്ദേഹം ഒരു കീ പ്ലെയറാണ് അവിടുത്തെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അത് വ്യക്തമായതാണ്. അപ്പോൾ അത്രയും വോട്ടുകൾ കൂടി മുന്നണിയിലേക്ക് വരിക, അത് ചിതറിപ്പോകാതെ നോക്കുക എന്നത് ഈ പ്രതിപക്ഷ കൂട്ടായ്മയുടെ ആവശ്യം കൂടിയാണല്ലോ. അതിൽ വിട്ടുവീഴ്ചയ്ക്ക് വേണ്ട, അതിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നാണോ ഈ മുന്നണിയിലെ മറ്റു പാർട്ടികളൊക്കെ പറയുന്നത്?
വിജയകുമാർ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരൊറ്റ സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് പ്രകാശ് അംബേദ്കറുടെ സാന്നിധ്യമായിരുന്നു. അദ്ദേഹം 2019 ഇതുപോലെ സഖ്യ ചർച്ചകൾ തുടങ്ങി വെച്ചെങ്കിലും അവസാന നിമിഷം പിന്മാറി പിന്നീട് മജ്ലിസ് പാർട്ടിയുമായി ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. പല സീറ്റുകളും കോൺഗ്രസിന്റെ വോട്ട് ഭിന്നിച്ചു പോകുന്നതിൽ ഈ പ്രകാശ് അംബേദ്കറുടെ പാർട്ടി നിർണായകമായി മാറി. ആ തെരഞ്ഞെടുപ്പിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 7% വോട്ട് സംസ്ഥാനത്ത് അവർ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനുള്ള സാധ്യതകളാണ് ഇത്തവണ കോൺഗ്രസ് തേടിയത്. യഥാർത്ഥത്തിൽ ശിവസേന ഉദ്ധവ് വിഭാഗമാണ് ഇതിൽ കൂടുതൽ മുൻകൈ എടുത്തത്. ചർച്ചകളിൽ ആദ്യം ഫലപ്രദമായി മുന്നോട്ട് പോയതാണ്. പക്ഷേ 7 സീറ്റ് വേണമെന്ന് അംബേദ്കർ വാശി പിടിച്ചതോടെയാണ് പിന്നീട് ചർച്ചകൾ വഴിമുട്ടിയത്. 4 സീറ്റ് വരെ നൽകാമെന്നതായിരുന്നു മുന്നണിക്കുള്ളിലെ ഏതാണ്ടുള്ള ഒരു തീരുമാനം. പക്ഷേ അതിൽ അദ്ദേഹം തൃപ്തനായില്ല. പിന്നീടാണ് ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപന വേദിയിൽ വരെ എത്തിയതിനു ശേഷം പിന്നീട് അദ്ദേഹം മുന്നണിയിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് അറിയിച്ചത്. ഏതായാലും 7 സീറ്റിൽ അദ്ദേഹം പുറമെ നിന്ന് കോൺഗ്രസിനെ പിന്തുണയ്ക്കാമെന്ന് പറയുമ്പോൾ പോലും അത്തരമൊരു പിന്തുണയെ ആ തരത്തിൽ സ്വീകരിക്കണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇന്നത്തെ ചർച്ചയിൽ ഒരുപക്ഷേ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ശരത് പവാറിന്റെ മുംബൈയിലെ വസതിയിൽ ഏതാണ്ട് മണിക്കൂറുകളായി ചർച്ച നടക്കുകയാണ്. ചില തീരുമാനങ്ങൾ ഇന്നുണ്ടാകും എന്നാണ് ഞങ്ങളുടെ മുംബൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടോടെ വാർത്താമഴി അവസാനിക്കുന്നത്.